ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനയൻ ചീരു പറഞ്ഞ കാര്യങ്ങളോർത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അവിടേക്ക് വിനയന്റെ അമ്മയും അമ്മാവനും കൂടി വരുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ ഉറങ്ങുന്നില്ലേ മോനെ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ പോയി ഉറങ്ങിക്കോളൂ, ഞാൻ കുറച്ചു നേരം ഇവിടെ തനിച്ചിരിക്കട്ടെ എന്ന് പറയട്ടോ. നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷനായിട്ട് ഇരിക്കുന്നത്? നിന്റെ ഈ സ്വഭാവമൊക്കെ മാറിയതാണല്ലോ. ചീരു ഇവിടേക്ക് വന്നപ്പോൾ നിന്റെ എല്ലാ പ്രശ്നവും മാറി എന്നാണ് ഞാൻ കരുതിയത് എന്ന് പറയുമ്പോൾ, അങ്ങനെ അമ്മ പറയരുത്, നീ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് ചീരു തന്നെ ല്ലേ അമ്മയോട് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ലതിക തന്നെ അന്തം വിടുകയാണ് കേട്ടോ. അതെപ്പോഴാ ഞാൻ നിന്നോട് പറഞ്ഞത്? ഞാൻ നിന്നോട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് ലംബോദരം പറയാണ്, ഇരു അങ്ങനെ വല്ലതും അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മ എന്നോട് പറയാതിരിക്കില്ലല്ലോ. ഞാൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടി അമ്മയും അമ്മാവനും അത് മറച്ചു വെക്കുകയാണെന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സാരല്ല, ചീരു എന്നെ അംഗീകരിച്ചില്ലെങ്കിലും ഞാൻ ഇനി തോറ്റു പിന്മാറാനൊന്നും പോകുന്നില്ല. ചീരുവിന്റെ വീട്ടുകാരെല്ലാവരും എന്നെ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും എനിക്ക് എന്റെ മക്കളെ കാണാനുള്ള അനുവാദം കിട്ടുമല്ലോ. അപ്പൊ ലതിക ചോദിക്കാണ്, നീ എന്താ വിനയ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിന്നോട് എന്താ ചീരു എന്ന് എന്തെങ്കിലും പറഞ്ഞോ? നിന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, അതിനെന്താ, എനിക്കൊരു കുഴപ്പമില്ല. ഇന്ന് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ശേഷം ഞാൻ ചീരുവിനോട് ചോദിച്ചു, നീ എന്നാ ഇനി വീട്ടിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞത്, അമ്മയോട് ചോദിച്ചാൽ മതി, അമ്മയോട് ഞാൻ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്, ഇത് ഞാൻ എല്ലാ അർത്ഥത്തിലും ആലോചിച്ച് തീരുമാനിച്ചതാണെന്നാണ് എന്നോട് ചീരു പറഞ്ഞത്. അന്ന് ഈ വീട്ടിലേക്ക് ചീരു വന്ന സമയത്ത് അമ്മയോട് ഇക്കാര്യമൊക്കെ സംസാരിച്ചപ്പോൾ അമ്മ എന്തുകൊണ്ടാണ് എന്നോട് പറയാതിരുന്നത്? എട പൊട്ട, അവൾ എന്നോട് എന്താണ് പറഞ്ഞത് എന്ന് ഇനി ഇതുവരെ എന്നോട് ചോദിച്ചോ? നീ എന്താ എന്നോട് ചോദിക്കാതിരുന്നത്? അത് അറിയുന്നതിന്റെ മുന്നേ നീ അങ്ങ് തീരുമാനിച്ചോ ചീരു നിന്നെ വേണ്ടാന്ന് വെച്ചു എന്ന്? വിനയം പറയാൻ, അല്ലാതെ പിന്നെ ചീരു എന്നോട് അങ്ങനെ സംസാരിക്കില്ലല്ലോ. എനിക്ക് വിഷമമാവും എന്ന് കരുതിയിട്ടല്ലേ അമ്മ എന്നോട് ഇതുവരെ അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നത്. അപ്പോ ലംബോദരം പറയണേ, എന്താ ലതിക, നീ എന്തുകൊണ്ടാണ് ചീരു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്തിനാണ് ഞങ്ങളിൽ നിന്നും മറച്ചു വെച്ചത്? നിനക്ക് എന്നോടെങ്കിലും പറയാമായിരുന്നില്ലേ? അതിന് ചീരു തന്നെയാണ് എന്നോട് പറഞ്ഞത്, ഇപ്പൊ ഒന്നും ആരോടും പറയണ്ട എന്നുള്ളത്, സമയമാവുമ്പോൾ എല്ലാവരും അറിഞ്ഞാൽ മതിയെന്ന്. അപ്പോൾ വിനയം പറയാം, എങ്കിൽ അമ്മ ഇപ്പൊ പറയണം, ഇപ്പൊ സമയമായി, എനിക്കത് കേൾക്കണം. എന്താണ് ചീരു അമ്മയോട് പറഞ്ഞത്? എന്താണെങ്കിലും അമ്മ എന്നോട് തുറന്നു പറഞ്ഞേക്ക്. അത് കേട്ടെന്ന് കരുതിയിട്ട് ഈ വിനയൻ പാതാളത്തിലേക്കൊന്നും പോവാൻ പോകുന്നില്ല എന്ന് പറയട്ടോ. അപ്പൊ ലതിക പറയണേ, നീ അത് കേട്ടാൽ പാതാളത്തിലേക്കല്ല, നീ ഹിമാലയത്തിലേക്കാണ് കുതിച്ചു വീഴാൻ പോകുന്നത്. ഞാൻ നിന്നോട് എല്ലാം വിശദമായിട്ട് തന്നെ പറയാം എന്നും പറഞ്ഞ് ലതിക എല്ലാ കാര്യവും പറയുകയാണ് കേട്ടോ. അന്ന് ചീരു പോവാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഞാൻ അമ്പലത്തിലേക്ക് പോയി തിരിച്ച് അവളുടെ റൂമിലേക്ക് ചെന്ന സമയത്ത് കതകിൽ മുട്ടിയ സമയത്ത് ചീരു പേടിയോട് കൂടിയിട്ടാണ് കതക് തുറന്നത്. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, നിനക്ക് ഇപ്പോഴും പേടി മാറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചീരു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് ബാഗിലേക്ക് അവളുടെ ഡ്രസ്സുകളൊക്കെ ആക്കുന്ന സമയത്ത് ഞാൻ അവളുടെ നെറ്റിയിൽ പ്രസാദം തൊട്ട് കൊടുത്തു. എന്നിട്ട് അവളോട് പറഞ്ഞു, ഞാൻ ദയയുടെ പേരിൽ ഒരു അർച്ചന നടത്തിയിട്ടുണ്ട്, എല്ലാം ശരിയാവും, എത്രയും പെട്ടെന്ന് എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ ചീരുവിന് ഒരുപാട് സന്തോഷമാവുകയാണ്. പിന്നീട് ചീരു ബാഗിലേക്ക് ഡ്രസ്സൊക്കെ എടുത്തു വെക്കുന്ന സമയത്ത്, മോളെ എല്ലാ ഡ്രസ്സും ആക്കിയോ? നിന്നെ കൊണ്ടുപോവാൻ വിനയൻ അവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണെന്ന് പറയാട്ടോ. അപ്പോൾ ചീരു പറയാണ്, ഞാൻ അമ്മ ഇതിൽ നിന്നും ഒരു 3-4 ഡ്രസ്സ് എടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, നീ എന്തിനാണ് എന്നോട് കണക്കും കാര്യങ്ങളൊക്കെ പറയുന്നത്? ഇതെല്ലാം നിന്റെ തന്നെയല്ലേ? പിന്നെ നീ ഇനിയിപ്പോൾ പഞ്ചരത്നത്തിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങളെ ഒന്ന് അറിയിക്കണം. കുഞ്ഞുങ്ങൾക്കുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, കുഞ്ഞുങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനാണ് എന്ന് പറയുമ്പോൾ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മേ, ഇപ്പോൾ മക്കൾക്ക് ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ നീ പഞ്ചരത്നത്തിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഒരു തവണ കൂടി ഇവിടേക്ക് വരുമോ എന്നൊക്കെ ചോദിക്കാട്ടോ. അത് പിന്നെ എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എന്തായാലും ഞാൻ പറ്റുവാണെങ്കിൽ വരണ്ട്, അല്ലാതെ എനിക്ക് ഉറപ്പ് പറയാനൊന്നും കഴിയില്ല അമ്മേ എന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ ലതികയ്ക്ക് വിഷമമാവുകയാണ്. അങ്ങനെ ചീരു ബാഗിലേക്ക് ഡ്രസ്സൊക്കെ ആക്കിയ ശേഷം ലതികയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് കേട്ടോ. അങ്ങനെ ലതികയും തിരിച്ച് പൊട്ടിക്കരയുകയാണ്. അപ്പോൾ ചീരുവിൻ്റെ കണ്ണിലൊക്കെ വെള്ളം നിറയുന്നുണ്ട്. എന്നിട്ട് ലതിക ചോദിക്കുകയാണ്, മോളെ ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞ് വിനയൻ്റെ കാര്യം ചോദിക്കാൻ കേട്ടോ. നിനക്ക് ഒരിക്കലും വിനയനോട് ക്ഷമിക്കാൻ കഴിയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ചീരു പറയുകയാണ്, അമ്മയോട് ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു കുടുംബജീവിതം എനിക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ പുതിയതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അമ്മയുടെ മോൻ്റെ മാറ്റങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്, പക്ഷേ കണ്ണിനെ മാത്രം വിശ്വസിച്ചാൽ പോരല്ലോ, മനസ്സിനെ കൂടി അത് വിശ്വസിക്കണ്ടേ എന്ന് പറയട്ടോ. അങ്ങനെ വിനയനെ കുറിച്ച് ഒരു പ്രതീക്ഷ പോലെയാണ് അമ്മയോട് ചീരു പറയുന്നത്. അത് കേൾക്കുമ്പോൾ ലതികയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. ചീരു വീണ്ടും വിനയന്റെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നുള്ള ഒരു വിശ്വാസം ലതികയുടെ മനസ്സിൽ വരികയാണ് കേട്ടോ. എന്നിട്ട് ചീരു പറയണം, ഇനി എൻ്റെ ജീവിതത്തിലേക്ക് ഒരാൾ കൂടി കടന്നു വരാനുണ്ട് എന്ന് പറഞ്ഞ് ചീരുവിന്റെ വയറ്റിലേക്ക് ലതികയുടെ കൈ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയണേ, വരാൻ പോകുന്ന ഈ ഒരു അതിഥി കൂടെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും. കുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും സഹോദര
സഹോദരങ്ങളും അടങ്ങിയതല്ലേ, അവരെയുണ്ട് ആർക്കെങ്കിലും മാറ്റി നിർത്താൻ കഴിയുക? പിന്നെ എങ്ങനെയാണ് എൻ്റെ മക്കളുടെ അച്ഛനെ ഞാൻ മാറ്റി നിർത്തുക? അത് കേട്ടതോടുകൂടി ലതികയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അങ്ങനെ ചീരുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ലതിക അങ്ങ് പൊട്ടിക്കരയുകയാണ് കേട്ടോ. അപ്പോൾ ചീരു പറയണേ, അമ്മ ഇനി കരഞ്ഞ് ആരെയും അറിയിക്കേണ്ട, തൽക്കാലം വിനയേട്ടനോടൊന്നും ഇത് പറയണ്ട, എനിക്ക് മനസ്സുകൊണ്ട് കുറച്ച് തയ്യാറെടുക്കാനുണ്ട് എന്ന് പറയട്ടോ. അങ്ങനെ മോള് സമയം വേണമെങ്കിലും എടുത്തോ, അമ്മ ആരോടും പറയില്ല എന്ന് പറയട്ടോ. അങ്ങനെ ചീരുവും ലതികയും വിനയൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് വിനയൻ ചീരുവിൻ്റെ കയ്യിലുള്ള ബാഗ് വാങ്ങാൻ നോക്കുകയുണ്ട്. അപ്പോൾ ചീരു പറയണ, വേണ്ട ഞാൻ തന്നെ പിടിച്ചോളാം എന്ന് പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ വിനയനൊരു ചെറിയ വിഷമം വരികയാണ്. ഇപ്പോഴും ചീരു എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം വിനയൻ്റെ മനസ്സിൽ വരികയാണ് കേട്ടോ. അങ്ങനെ ബൈക്കിലേക്ക് കയറിയിരിക്കുകയാണ്. എന്നിട്ട് അമ്മാവനോട് പറയണേ, എന്നാൽ ഞാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ, അങ്ങനെ പറയല്ലേ മോളെ, പോയിട്ട് വരാമെന്ന് പറ എന്നും പറഞ്ഞ് സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ ചീരുവിനെ അവരൊക്കെ പറഞ്ഞയക്കുന്നത്. അങ്ങനെ ലതികയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അങ്ങനെ എല്ലാ കാര്യവും ലതിക വിനയനോട് പറയുന്ന സമയത്ത് വിനയനെ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ്. എന്നിട്ട് അമ്മയെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. ഇതാണോ അമ്മയെ ചീരു പറഞ്ഞത്? എന്നിട്ട് എന്താണ് അമ്മ എന്നോട് ഇതുവരെ പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ ഈ സന്തോഷം നിനക്ക് ഞാൻ അപ്പം തന്നെ പറഞ്ഞാൽ ഉണ്ടാകുമോ? അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ഇപ്പം നിനക്ക് ഇരട്ടി സന്തോഷമായില്ലേ എന്ന് ചോദിക്കട്ടെ, എങ്കിൽ ഞാൻ ഇപ്പം തന്നെ ചീരുവിനെ കാണാൻ പോവട്ടെ എന്ന് ചോദിക്കുമ്പോൾ, അത് വേണ്ട, പാതിരാത്രിയിലൊന്നും നീ പോവണ്ട എന്ന് പറയട്ടെ. അപ്പം അമ്മാവൻ പറയണേ, ഒരു കാര്യത്തിനും ഒരുപാട് സന്തോഷിക്കേണ്ട, എല്ലാം സമയമാകുമ്പോൾ നിന്റെ കയ്യിലേക്ക് തന്നെ വരും, അതുവരെ നീ ക്ഷമിക്കുക എന്ന് പറയണേ, അല്ലാതെ നീ ഇപ്പം തന്നെ ചാടി പിടിക്കാനൊന്നും ശ്രമിക്കേണ്ട എന്ന് പറയട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ, ഓ അമ്മാവൻ പറഞ്ഞ പിന്നെ അതിൽ വേറെ അപ്പീലൊന്നുമില്ലല്ലോ, ഞാൻ അതുപോലെ അനുസരിച്ചോളാം, എന്തായാലും നീ നാളെ കുളിച്ച് കുട്ടപ്പനായിട്ട് നാളെ ചീരുവിനെ കാണാൻ പോയിക്കോ എന്ന് ലതിക പറയണ. എന്നിട്ട് സന്തോഷത്തോടു കൂടി 3 പേരും ഉറങ്ങാൻ പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് ചീരു അടിച്ചു വാരുകയാണ് കേട്ടോ. അപ്പോഴാണ് ദാസാർ വരുന്നത്. ചീരു ദാസാറിന് ചായയൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് അച്ഛൻ എവിടേക്കാണാവോ രാവിലെ തന്നെ പോയത് എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ ദാസാർ പറയണ, അണ്ണന് ആരൊക്കെ അത്യാവശ്യമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്, എന്താണെന്നുള്ളതൊന്നും കൂടുതൽ ചോദിക്കാൻ പോയില്ല, എന്തെങ്കിലും ചോദിച്ചാൽ പിന്നെ ഇങ്ങോട്ട് വരുന്നത് പോലും അണ്ണൻ നിർത്തും, അപ്പോൾ അണ്ണൻ്റെ സ്വകാര്യതയിലൊന്നും ഞാൻ ഇടപെടാറും ചോദിക്കാറൊന്നുമില്ല എന്ന് പറയട്ടോ. അപ്പോൾ ചീരു പറയാം, അത് ശരിയാണ്, അച്ഛൻ്റെ ഇപ്പോഴത്തെ കുറച്ച് പെരുമാറ്റവും അധികം സംസാരവും ഒന്നും ഇല്ലാതായിട്ടുണ്ട് അച്ഛന്, അതുകൊണ്ട് എനിക്ക് അച്ഛനോട് എന്തെങ്കിലും പറയാനും ചോദിക്കാനും വരെ പേടി. അണ്ണൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എന്തായാലും അണ്ണൻ്റെ കൂടെ നമ്മളെല്ലാവരും ഉണ്ട് എന്നുള്ള തോന്നൽ അണ്ണൻ്റെ മനസ്സിൽ വരുത്തണം, അതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് പറയട്ടോ. അപ്പോഴാണ് മഞ്ചാടി അവിടേക്ക് വരുന്നത്. കോളേജിലേക്ക് പോകാൻ വേണ്ടി മഞ്ചാടി റെഡി ആയിട്ട് വരികയാണ് കേട്ടോ. നീ എന്താ മോളെ ഒന്നും കഴിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, വേണ്ട ഇപ്പോൾ തന്നെ നേരം വഴുകി എന്ന് പറഞ്ഞ് മഞ്ചാടി പോവാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് മഞ്ചാടിക്ക് റൂമിൽ നിന്നും ഫോൺ എടുത്തിട്ടില്ല എന്നുള്ളത് ഓർമ്മ വരുന്നത്. എന്നിട്ട് മഞ്ചാടി ബാഗ് ചീരുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഫോൺ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ജീവൻ രാജന് വോയിസ് വിടുകയാണ്, ഞാനിതാ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടേക്ക് വരും ജീവ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവിടേക്ക് സച്ചിയും സാവിത്രിയും അവിടേക്ക് വരിക കേട്ടോ. അപ്പോൾ അവരെ കാണുന്ന സമയത്ത് ഇരു മഞ്ചാടിയോട് ചെന്ന് പറയുകയാണ്, മോളെ ആ ഗോകുലിൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്, നീ ഇപ്പോൾ അവരുടെ മുന്നിലൂടെ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല എനിക്ക് അവരെ പേടിയൊന്നുമില്ല, പക്ഷെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ ചീരു പറയണ, അച്ഛൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അവർ ചിലപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടി വന്നതാവും, 2 മിനിറ്റ് കഴിയുമ്പോഴത്തേന് അച്ഛൻ ഇവിടെ ഇല്ലാന്ന് കാണുമ്പോൾ അവർ പോയിക്കോളും, എന്നിട്ട് നീ കോളേജിലേക്ക് പോയാൽ മതി, തൽക്കാലം നീ മാറി നിൽക്കുക എന്ന് പറയട്ടോ. അങ്ങനെ മഞ്ചാടി മാറി നിൽക്കുകയാണ്. അപ്പോൾ സച്ചിയും സാവിത്രിയും അകത്തേക്ക് വരിക കേട്ടോ. ഇരു അവിടേക്ക് വരികയാണ്. അപ്പോൾ ദാസാർ പറയുന്നുണ്ട്, അണ്ണൻ ഇവിടെ ഇല്ല, അവരെയോ കാണാൻ വേണ്ടി രാവിലെ പോയതാണ്, പിന്നെ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞിട്ടാവും വരികയുണ്ടാവുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ചിരു അവരോട് ചോദിക്കുകയാണ്, അങ്കിളിനും ആൻറ്റിക്കും ചായ ആണോ കാപ്പിയാണോ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയണേ, ഇപ്പോൾ ഒന്നും വേണ്ട, ഞങ്ങൾ ഉടനെ തന്നെ ഒന്നും പോകുന്നില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ മഞ്ചാടി റൂമിലിരുന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ അവർ ഉടനെ തന്നെ പോകുന്നില്ല എന്നുള്ള വാക്ക് പറഞ്ഞതോടുകൂടി മഞ്ചാടി ഫോണും ബാഗും എടുത്ത് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. സാവിത്രി ചോദിക്കുകയാണ്, മഞ്ചാടി കോളേജിലേക്ക് പോയോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ചാടി കേട്ടോ അതിന് മറുപടി കൊടുക്കുന്നത്, ഞാൻ പോവാൻ നിൽക്കുകയാണ് ആൻറ്റി, ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി എന്ന് പറയട്ടോ. അപ്പോൾ ദാസാർ പറയണ, മഞ്ചാടി പോവാൻ നിൽക്കുകയായിരുന്നു, അപ്പോഴാണ് ഫോൺ എടുത്തില്ല എന്ന് കണ്ടപ്പോൾ റൂമിലേക്ക് പോയതാണെന്ന് പറയട്ടോ. അങ്ങനെ ഞാൻ എന്നാ പോവുകയാണെന്ന് പറഞ്ഞ് മഞ്ചാടി പോകുമ്പോൾ സച്ചി പറയണ, മോളൊന്ന് അവിടെ നിന്നേ, ഇന്നലെ അവിടെ ശരിക്കും എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മഞ്ചാടി അഹങ്കാരത്തോടു കൂടി പറയുകയാണ്, വീഡിയോ കണ്ടില്ലേ, ആ വീഡിയോയിലുള്ളത് തന്നെയാണ് അവിടെ സംഭവിച്ചത്, ഞാനും ജീവൻ രാജു അവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്താണ് ഗോകുലേട്ടൻ അവിടേക്ക് വന്നത്, എന്നിട്ട് ഞാൻ ചീറ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ടാണ് ജീവൻ രാജനെ അടിക്കുന്നത്, അങ്ങനെ അവനെ ഒരുപാട് അടിച്ചു, അതിൽ പകുതി അടി എനിക്കുള്ളതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി, ഇതോടെ ഗോകുലേട്ടന് ഞങ്ങളോടുള്ള പക തീരുമെങ്കിൽ ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിടാൻ വേണ്ടി പറയണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ
ഫ്രണ്ടിനോട് ആ വീഡിയോ അങ്കിളിന് അയച്ചു തരാൻ വേണ്ടി പറഞ്ഞത്. സച്ചി പറയണ എനിക്ക് ആ വീഡിയോ കിട്ടി, നിന്റെ അച്ഛനും ഇതുപോലെ അയച്ചു കൊടുത്തിട്ടുണ്ടാകുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ മഞ്ചാടി നിൽക്കാൻ കേട്ടോ. അപ്പോൾ ദാസാറ് വന്ന് ചോദിക്കുകയാണ് എന്താണ് സംഭവം, എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. അപ്പോൾ മഞ്ചാടി പറയണ അത് അങ്കിളിനോട് എല്ലാ കാര്യവും ചീരി ചേച്ചി പറഞ്ഞോളും, ഞാൻ ചീരി ചേച്ചിയോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നേരം വഴുകി എന്ന് പറഞ്ഞ് മഞ്ചാടി പോവാൻ നിൽക്കാൻ കേട്ടോ. അപ്പോൾ സാവിത്രി പറയണ അല്ല ഗോകുലിന്റെ കാര്യത്തിൽ നിന്റെ തീരുമാനം എന്താണ് മോളെ, അവനെതിരെ നിങ്ങൾ കേസ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കേസ് കൊടുക്കാൻ ഞാനല്ലല്ലോ, ജീവൻ രാജല്ലേ അതൊക്കെ തീരുമാനിക്കേണ്ടത്. അപ്പോൾ സച്ചി പറയണ അല്ല അനന്തമാഷ് ഞങ്ങൾക്കൊരു വാക്ക് തന്നിരുന്നു, അതിനെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഗോകുലേട്ടനും എന്റെയും തമ്മിലുള്ള കല്യാണമാണ് അങ്കിൾ ഉദ്ദേശിച്ചതെങ്കിൽ സോറി അങ്കിൾ, എനിക്ക് ഗോകുലേട്ടനെ ഒരിക്കലും അങ്ങനെ ഒരു സ്ഥാനത്ത് കാണാൻ കഴിയില്ല, എന്റെ അഭിപ്രായം ചോദിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, എന്റെ അച്ഛൻ എന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെ സമ്മതിച്ചേ പറ്റൂ എന്നങ്ങ് പറഞ്ഞ് മുഴുമിക്കുന്നതിന്റെ മുന്നേ തന്നെ സച്ചി പറയുന്നു ഓ വേണ്ട വേണ്ട വേണ്ട, ഞങ്ങളപ്പോൾ ഇവിടേക്ക് വന്നത് തന്നെ എൻ്റെ ഗോകുൽ ഇതിൽ നിന്നും പിന്മാറി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, കാര്യം അനന്തമാഷിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയട്ടെ. അപ്പോൾ അത് കേൾക്കുമ്പോൾ മഞ്ചാടി താങ്ക്സ് അങ്കിളെ എന്ന് പറയണം. അച്ഛൻ ഇത് കേൾക്കുമ്പോൾ ഒരു ഷോക്കായിരിക്കും, പക്ഷെ സാരമില്ല, ചീതി ചോദിച്ചും ദാസങ്ങളും ഇവിടെയുണ്ടല്ലോ, അവർ നോക്കിക്കോളും, എന്തായാലും ഞാൻ പോവുകയാണ്, എനിക്ക് നേരം വഴുകി എന്ന് പറഞ്ഞ് മഞ്ചാടി കൂളായിട്ട് അഹങ്കാരത്തോടു കൂടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ചീരുവൊക്കെ അതിശയിച്ച് നിൽക്കുകയാണ്, ഇവൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇവളൊരു മടിയും കൂടാതെയാണല്ലോ, ഒരു ജാടയോട് കൂടിയിട്ടാണല്ലോ സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ ചീരു മഞ്ചാടി പോകുന്നത് നോക്കി നിൽക്കുകയാണ്. ഈ എപ്പിസോഡിൽ മാഷ് പോയിട്ടുണ്ടാവുക ഇന്ദ്രനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സുശീലയെ അടിച്ചതിനെ കുറിച്ചുള്ള കാര്യം ഇന്ദ്രനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇന്ദ്രനെ പുറത്ത് വെച്ച് കണ്ട് സംസാരിക്കുകയാണ്. നിന്റെ അമ്മയെ എൻ്റെ അനുപമ അടിച്ചു എന്ന് പറഞ്ഞല്ലോ, അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇന്ദ്ര നീ കണ്ടെത്തണം. ഇന്ദ്രൻ മാഷിനോട് പറയുന്നുണ്ട് ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും വലുത് എൻ്റെ അമ്മ തന്നെയാണ്, അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മറ്റൊന്നുമുള്ളൂ എന്ന് പറയാണ്. അപ്പം മാഷ് പറയാണ് നീ എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ നീ കണ്ടെത്തണം, എൻ്റെ അനു മനഃപൂർവ്വം നിന്റെ അമ്മയെ അടിച്ചതാണോ എന്നുള്ളത് നീ തന്നെ കണ്ടെത്തണം, നീ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരണം എന്ന് പറയട്ടോ. അങ്ങനെ ഇന്ദ്രൻ ഇത് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. മാഷ് പറഞ്ഞ വാക്ക് ഇന്ദ്രൻ ഇനി ആരും അറിയാതെ അന്വേഷിക്കുകയാണ്. ഇനിയാണ് ഇന്ദ്രന് വിനയൻ ഈ വീഡിയോ കാണിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ വീഡിയോ കണ്ടതോടുകൂടി ഇന്ദ്രന് ഇനി സത്യാവസ്ഥ മനസ്സിലാവുകയാണ്. അനുപമയെ തെറ്റിദ്ധരിച്ചതും അനുവിനെ അടിച്ചതും എല്ലാം തന്നെ ഭാഗത്തുള്ള വലിയ തെറ്റാണെന്നുള്ള കാര്യം ഇന്ദ്രൻ മനസ്സിലാവുകയാണ്. ഈ സമയം രാഹുലിനെയും മൃദുലയെയും കൈയോടെ പൊക്കുകയാണ് കേട്ടോ ഗോകുൽ. എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് മൃദുല പറയുകയാണ് ഞങ്ങൾ തമ്മിൽ ലീഗലി മാരീഡ് അല്ലെന്നേ ഉള്ളൂ, ഞങ്ങൾ 2 മാസമായിട്ട് പാർട്ട്ണർഷിപ്പ് ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. കേട്ടതോടുകൂടി ഗോകുലിന് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. എന്നിട്ട് രാഹുലിന്റെ കഴുത്തിന് പിടിച്ചങ്ങ് തള്ളി വിടുകയാണ്. എന്നിട്ട് ചുമരിലേക്ക് ചാരി നിർത്തിയിട്ട് ഗോകുൽ പറയുകയാണ് എടാ വൃത്തികെട്ടവനെ, ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച ശേഷം പറയേണ്ട വാക്കുകളാണോ നീ ഇപ്പൊ ഈ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നും പറഞ്ഞ് രാഹുലിനെ ഗോകുൽ നന്നായിട്ട് തന്നെ അടിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം മഞ്ചാടിയുടെ സംസാരം എല്ലാം കേട്ട ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് സച്ചിയും സാവിത്രിയും കൂടിയിട്ട്. എന്നിട്ട് ഇന്ദുവിനോട് കാര്യം പറയുകയാണ് കേട്ടോ. മഞ്ചാടി ഗോകുലിനെ വിവാഹത്തിന് സമ്മതമല്ല എന്നുള്ള വാക്ക് പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് വിഷമമാവുകയാണ് കേട്ടോ. എന്നിട്ട് സച്ചിയെ സമാധാനപ്പെടുത്തുകയാണ് ഇന്ദു. ഈ സമയം ഗോകുൽ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗോകുലിനെ രാഹുലിനെ കുറിച്ചുള്ള ഈ കാര്യം ഞാൻ ഇന്ദുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇന്ദു എത്രമാത്രം അധികം വിഷമിക്കൂ എന്നുള്ള വിഷമത്തിലാണ് ഗോകുൽ വരുന്നത്. എന്നിട്ട് സച്ചിയോടും സാവിത്രിയോടും എങ്ങനെ ഞാനിത് എൻ്റെ അമ്മയോടും എൻ്റെ അച്ഛനോടും ഞാൻ എങ്ങനെ ഇക്കാര്യം പറയും എന്നുള്ള വിഷമത്തിൽ ഗോകുൽ വിഷമിച്ച് വീട്ടിലേക്ക് വരികയാണ്.